ഹലോ. ഹലോ. ഹലോ സാർ, ഊബർ. ആ ആ ടെൽ മീ. നിങ്ങൾ അனுப்புகிற ലൊക്കേഷൻ എറർ കാണിക്കുது സാർ. എററോ? അതെങ്ങനെ എറർ? ഞാൻ കറണ്ട് ഐ ഹവ് ഷെയർഡ് ദ കറണ്ട് ലൊക്കേഷൻ ഓൺലി. தெரியல சார், இது வந்து எரர் காணிக்குது. கொஞ்சம் நியரஸ்ட் லேண்ட்மார்க் சொல்ல முடியுமா? ஓகே. ഞാൻ ഇങ്ക സ്വരാജ് സൂപ്പർ മാർക്കറ്റ് പക്കത്തിൽ ഇരിക്ക. ஓகே ஓகே சார். ഓക്കെ ஓகே. താങ്ക് യു. നേരത്തെയാണല്ലോ. എന്തു പറ്റി? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ എന്ന് ഇവിടെ ഇരുന്നേ? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ, ആ ടീ ഷോപ്പിൻ്റെ മുമ്പിലുള്ള സ്ഥലം നമ്മൾ എപ്പോഴും പോകണമെന്നൊക്കെ പറയാറുള്ളത്? ഏത്? ആ പഴയ വീടൊക്കെയുള്ള? അത് തന്നെ. അവിടെ ഞാൻ ഇന്നലെ എങ്ങനെയാ പോയി? എങ്ങനെയാ പോവാനോ? അതെനിക്കറിയില്ല, അതൊക്കെ ഞാൻ പറയാം. പക്ഷേ ഇത് മോർ എക്സൈറ്റിംഗ് പാർട്ടീസ്. ആ വീട് നമ്മുടെ വീട് പോലെ തന്നെയാണ്. സെയിം ചെയർ, സെയിം ടേബിൾ, സെയിം ഇൻറ്റീരിയേഴ്സ്, സെയിം വാൾ, എല്ലാം ഒരുപോലെ. ഒരുപോലത്തെ റൂംസൊക്കെ ഇവിടെ കുറേ ഉണ്ടാവില്ലേ? പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ഫോട്ടോ ഉണ്ടാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെയുള്ള ആർക്കും എന്നെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയില്ല. ആസ് ഇഫ് ഐ വാസ് ദെയർ ബിഫോർ. എല്ലാവരും അവിടെയുള്ള ആളുകളൊക്കെ എന്നെ അവരിൽ ഒരാളായിട്ട് ട്രീറ്റ് ചെയ്ത്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ഈ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് മാറ്റിയത്? ഇത് മാത്രമാണ് ഞാൻ അവിടെ സ്ട്രെയിഞ്ച് ആയിട്ട് കണ്ടത്. അതിന് നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ ഈ ഫോട്ടോസൊക്കെ ഈ സൈഡിലേക്ക് മാറ്റിയത്? അവിടെ എന്തൊക്കെയോ പെയിന്റിങ്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഇന്നലെ ആ വീട്ടിലായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ വട്ടാണോ? നിങ്ങൾ ഈ വെള്ളം എടുത്തൊന്ന് കുടിച്ച് റെസ്റ്റ് എടുത്തേ. നീ എന്നെ എത്ര പ്രാവശ്യം ഇങ്ങനെ ജ്യൂസ് തന്ന് കൊന്നിട്ടുണ്ട്? എന്തൊക്കെയാ പറയുന്നേ? ഐ ഹാവ് മേക്ക് മൈ ആൾട്ടർനേറ്റ് റിയാലിറ്റി. ഞാനില്ലാത്തടത്തെല്ലാം മറ്റൊരു ഞാൻ റീപ്ലേസ് ആയിക്കൊണ്ടേയിരിക്കും. ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമാണെന്നാണ്. ബട്ട് ഇറ്റ്സ് ഓൺലി യു. നിനക്ക് മാത്രമേ അറിയൂ ഇത് റിയാലിറ്റി ആണെന്നുള്ള കാര്യം. ഇന്നലെ ഞാൻ പോയത് വേറെ ഒന്നിലേക്ക് പകരമാണ്. ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ നേരത്തെയാണല്ലോ.